അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നജ്മ. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ടീച്ചറാണ്. സ്കൂളിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയും കുട്ടികളുടെ മുന്നിൽ. സ്വന്തം മക്കളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഞാൻ ഫ്ലോപ്പായിരുന്നു. എന്താ വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ മക്കളോട് ശരിക്കും പെരുമാറാൻ കഴിയില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും, സ്വന്തം മക്കളെ മുന്നിൽ റിയലായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ ജോലിക്ക് പോകരുതെന്ന്. അങ്ങനെ ഞാൻ സ്കൂൾ നിർത്തി. സ്വന്തം മക്കളെ നോക്കണമല്ലോ കൃത്യമായിട്ട്. പക്ഷെ അപ്പോഴും എനിക്ക് സ്ട്രെസ്സായി. എന്താ വെച്ചാൽ സ്കൂൾ നിർത്തിയല്ലോ, അത്രയും പഠിച്ചിട്ട് പോകാൻ പറ്റണില്ല എന്നുള്ളൊരു ടെൻഷൻ വന്നു. അപ്പോൾ വീണ്ടും ഞാൻ മക്കളിൽ ഒരു മാറ്റം വരുത്തുക, അതായത് മക്കളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്നിലൂടെ. അത് ഞാൻ മാറാത്തത് കൊണ്ടാണ് എൻ്റെ മക്കളിൽ മാറ്റം വരാത്തത് എന്നുള്ളൊരു കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതായത് എൻ്റെ സ്ട്രെസ്സും ദേഷ്യവും വീട്ടുകാരോടുള്ള പ്രശ്നമൊക്കെ തീർക്കുക പ്രത്യേകിച്ച് മക്കളിലാണ്. 3 ആൺകുട്ടികളാണ്. അപ്പോൾ വലിയ ഗ്യാപ്പൊന്നുമില്ല അവർ തമ്മിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും അടിയും പിടിയും പ്രശ്നങ്ങളാണ്. ഇത് വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡ് ഇതാണ് കാണുക. അപ്പം എന്നോട് പറയും, കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങി കൂട്ടി വെച്ചിട്ട് ഇവിടെ കാര്യമില്ല, അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇപ്പം ഞാൻ ഇന്ന് ഈ കോഴ്സ് ഇതിന് വരുന്നത് എൻ്റെ ഹസ്ബൻഡിനോട് രാവിലെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മൂപ്പര് പറയും സർട്ടിഫിക്കറ്റ് ഇവിടെ കാര്യമില്ല, അത് റിയൽ ലൈഫിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കണം. അപ്പം ഞാൻ ഈ കോഴ്സിൻ്റെ ഇതിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സജിത മാമിനോട് ഇങ്ങനെ ഇതിന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, കാരണം എന്താ, ഇതിൻ്റെ റിസൾട്ട് എൻ്റെ മക്കളിൽ കാണിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറേ ദേഷ്യം കുറക്കാനും ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു, അതൊക്കെ മാറ്റം വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു സാർ.